Hi everyone, this is Jabin Say from Evika. ഇന്ന് നമ്മുടെ ആപ്പിൾ ന്യൂസ് പേപ്പർ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിലാണ് എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനും ന്യൂസിനും കിട്ടണം. ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iOS 17.3.1 WatchOS 10.3.1 പിന്നെ macOSനും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആപ്പിൾ കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു വലിയ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, കാരണം അത്രമാത്രം വലിയൊരു അപ്ഡേഷൻ ഈ പറഞ്ഞ 17.3.1 വന്നിട്ടില്ല. ജസ്റ്റ് ഒരു ബഗ് ഫിക്സിന് വേണ്ടിയാണ് ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഐഫോണിൽ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ബഗ് ഉണ്ടായിരുന്നു. ആ ഒരു ബഗ് റിസോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആപ്പിൾ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ആപ്പിൾ അതിനുവേണ്ടി മാത്രം സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ റാപ്പിഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ ആപ്പിൾ അത് കൊണ്ടുവരുന്നില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിട്ട് റാപ്പിഡ് സെക്യൂരിറ്റി കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതേപോലെ നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് ആണ് വിഷൻ പ്രോന്റെ കാര്യം. വിഷൻ പ്രോ റിലീസ് ആയിട്ട് ഏകദേശം ഇപ്പോൾ ഒരാഴ്ചയായിരുന്നു. ഈ ഒരാഴ്ച കൊണ്ട് കുറെ അഡ്വാൻറ്റേജ് നമ്മൾ അറിഞ്ഞു, കുറെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. ഡിസഡ്വാൻറ്റേജിന് മാത്രമല്ല ഒരു പ്രോബ്ലവും ഈ പറഞ്ഞ വിഷൻ പ്രോയിൽ വന്നിട്ടുണ്ട്. അതാണ് സ്ക്രീൻ ഫ്ലിക്കറിങ് ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ വിഷൻ പ്രോന്റെ ആ ഒരു ഡിസ്പ്ലേ നന്നായിട്ട് ഫ്ലിക്കർ ചെയ്യുന്ന ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതേ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ വെച്ച് കഴിയുമ്പോഴും നമ്മുടെ ഫുൾ സ്ക്രീനിലും അത് ഫ്ലിക്കറിങ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് പുതിയ പുതിയ അപ്ഡേഷൻ ആപ്പിൽ റിസോൾവ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. 2024 സെപ്റ്റംബർ എന്ന് പറയുന്നത് കുറെ ആൾക്കാർക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം തന്നെ. കാരണം ഈ ഒരു കൊല്ലം 3 ഡിവൈസ് ആണ് ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. 3 ഐഫോൺ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് iPhone 16, 2 iPhone 16 Pro സീരീസ്, മൂന്നാമത്തെ iPhone SE. യെസ്, ഐഫോണിന്റെ ഒരു പുതിയ സീരീസും കൂടെ ആപ്പിൾ കൊണ്ടുവരാണ്. നമ്മളെല്ലാവരും കരുതുന്നത് സീരീസ് SE നിർത്തിയതാണ്. നോ, ആപ്പിൾ അങ്ങനെ നിർത്തിയിട്ടില്ല. കാരണം ഡൈനാമിക് കറന്റും അതേപോലെ പുതിയ ക്യാമറ റീഡിസൈനുമായിട്ട് ആപ്പിൾ ഈ ഒരു കൊല്ലം വരെയാണ്. നമ്മുടെ iPhone 16ഉം 16 Proയിലും SEയിലും പുതിയ ക്യാമറ രീതികളും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ചോദിക്കും 16 Proയിൽ എന്ത് മാറ്റമുള്ള, 16 Proയിന്റെ അതേപോലെ പോട്ടെ 11 Pro തൊട്ട് എല്ലാത്തിന്റെയും സെയിം ക്യാമറ സിസ്റ്റം അല്ലെങ്കിൽ ക്യാമറയുടെ ആ ഒരു ഡിസൈൻ സെയിം അല്ലെന്ന് വെച്ചാൽ അതൊരു സോളിഡ് ആയ ഒരു റീസൺ ഉണ്ട്. കാരണം ആ ഒരു ഡിസൈൻ ആപ്പിളിലെ ക്യാമറക്ക് സ്മൂത്ത് ട്രാൻസിഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ആ ഒരു 0.5x 1x അതേപോലെ ബാക്കിയുള്ള ക്യാമറയിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ആ ഒരു സ്മൂത്ത് ക്യാമറ ട്രാൻസിഷൻ, ഈ ഒരു ആംഗിൾ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പാണ് ആപ്പിളിന് അത്രമാത്രം മുൻഗണന കൊടുക്കുന്നത്. സന്തോഷമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് സങ്കടമുള്ള കാര്യം പറയാം. iOS 7.4 സൈറ്റ് ലോഡിങ് വരുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമാണ് സൈറ്റ് ലോഡിങ്. അത് ഇയുടെ ആ ഒരു ഫോഴ്സ് കൊണ്ട് മാത്രം ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ യൂണിയനിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് അത് വേറൊരു കൺട്രിയിലും കൊണ്ടുവരുത്. കാരണം ആ ഒരു കാര്യം കൊണ്ടുവന്നാൽ iOS എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഒരു പ്രഷ്യസ് ആയ സാധനമുണ്ട്, അത് പോവും. ആൻഡ്രോയിഡ് പോലെ തന്നെയാവും iOS. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വന്ന വെറുതെ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എടുത്തു നോക്കാം, പക്ഷെ ഇന്ത്യയിൽ വരില്ല. വന്നാൽ പോലും നിങ്ങളുടെ ഒരു പേഴ്സണൽ എന്താ പറയാ പരിപാടികളൊന്നും ആ പറഞ്ഞ സൈഡ് ലോഡിങ് വഴി ഉപയോഗിക്കരുത്. കാരണം സൈഡ് ലോഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈസ് വെറുതെ ചീത്തയായി പോകുന്ന ആ ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ സൈഡ് ലോഡിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിൾ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറെ ആപ്സിന്റെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ വെബ്സൈറ്റൊക്കെ ലോഡ് ചെയ്യാനുള്ള ഡെവലപ്പേഴ്സിന്റെ അനുവാദം കൊടുത്തിരിക്കുകയാണ്. സോ ഇനി മുതൽ ആപ്പ് സ്റ്റോർ മാത്രമല്ല, നമ്മുടെ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോർ മാത്രമല്ല, കുറേയധികം ആപ്സുകളും കുറേയധികം സൈറ്റുകളും കയറി വരും. അത് അവരുടെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ അവരുടെ ഫോണിന് കുറേയധികം മാൽവെയറും അതേപോലെ വൈറസും കയറാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. 2024 എത്തുമ്പോഴത്തേക്കും നമ്മുടെ AI കുറേയധികം വളർന്നു പോകും. പക്ഷെ AI ഉപയോഗിച്ചുകൊണ്ട് കുറെ നല്ല വശങ്ങളുണ്ട്, കുറെ ചീത്ത വശങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ രശ്മിക മന്ദാനയുടെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നമുക്ക് കണ്ടായിരുന്നു. പക്ഷെ ആപ്പിളിന്റെ ഒരു പൈനിയർ മീറ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നത്. പൈനിയർ മീറ്റിംഗ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താണെന്ന് വെച്ചാൽ 2024 iOS 8 ആപ്പിൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ സിറി തന്നെ. ഈ ഒരു സിറി മോളിനെ നല്ല രീതിയിൽ, അതായത് എത്തിക്കൽ പ്രാക്ടീസിനും അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള വർക്കിങ്ങിനും വേണ്ടി ഒരു സൊസൈറ്റി പോലെ ഏകദേശം 100 മെമ്പേഴ്സ് വരുന്ന കുറേയധികം കമ്പനി വരുന്ന ഒരു മെമ്പേഴ്സ് അടങ്ങിയിട്ട് ഒരു സൊസൈറ്റി ആപ്പിൾ പോലല്ല കുറേയധികം കമ്പനികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നല്ലതിന് വേണ്ടിയും
അതേപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നല്ലത് പഠിപ്പിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടീവ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ സിറി ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ iOS 18 ചെയ്യാൻ പറ്റും. ആ iOS 18 വരുന്നതുകൊണ്ട് തന്നെ സിറി നന്നായിട്ട് നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യാനും ബാക്കി കുറെ കാര്യങ്ങൾ ചെയ്യാനും സാധ്യതയുണ്ട്. പണ്ട് ഐട്യൂൺസ് എന്ന് പറഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻസിനും തോന്നും. അതായത് നമ്മുടെ ഐട്യൂൺസിൽ നമുക്ക് ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ TV അപ്ഡേഷനും ചെയ്യാൻ പറ്റും. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല. ഐട്യൂൺസ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷനും പിന്നീട് ആപ്പിൾ മ്യൂസിക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ, ആപ്പിൾ TVക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ, അതേപോലെ ആപ്പിൾ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ. ഇത് വിൻഡോസ് യൂസേഴ്സിന് മാത്രമാണ്. അങ്ങനെ 3 ആപ്ലിക്കേഷൻസ് ആയിട്ട് ആപ്പിൾ ഇനി മുതൽ തരംതിരിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ഓരോ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഐട്യൂൺസ് ബാക്ക്ഗ്രൗണ്ടിൽ വേണം. കാരണം ഐട്യൂൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് മീഡിയ കോണ്ടന്റ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാനും അതേപോലെ എടുക്കാനും പറ്റുള്ളൂ. ഫെബ്രുവരി 14 എന്താ പരിപാടി? ഫെബ്രുവരി 14 നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് യൂസേഴ്സിന് വേണ്ടി പ്രത്യേകം ഒരു ചലഞ്ച് വരുന്നുണ്ട്. എന്താണ് ഈ ചലഞ്ചിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയുള്ള ഒരു ചലഞ്ചാണ്. ഒരു 30 മിനിറ്റിന്റെ ചലഞ്ച് എല്ലാ ആപ്പിൾ വാച്ചിന്റെ യൂസേഴ്സിനും വരും. ആ ഒരു ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ iMessageലും നമുക്ക് അതിന്റെ സ്റ്റിക്കേഴ്സും വരും. അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയ സ്റ്റിക്കേഴ്സ് വരും. അതേപോലെ നമ്മുടെ ഹാർട്ട് ഹെൽത്ത് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ ബെറ്റർ ആക്കാനും നമ്മളൊന്ന് മോട്ടീവ് ചെയ്യാനും ഈ പറഞ്ഞ ചലഞ്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഫെബ്രുവരി 14 അങ്ങനത്തെ ഒരു ചലഞ്ച് വരുന്നുണ്ട്. എല്ലാ ആപ്പിൾ വാച്ച് യൂസേഴ്സും ആ ഒരു ഡേ നോക്കി വെക്കുക. അതേപോലെ തന്നെ ചലഞ്ച് എന്തായാലും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ നോക്കുക. സോ ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാന സെഷനാണ് നമ്മുടെ ഈ പറഞ്ഞ പബ്ലിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. പബ്ലിക് റിയാക്ഷനായി ഇന്ന് ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു വട്ടം റിലീസ് ആയിരുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് ചേഞ്ചിങ് ആണ് വിഷൻ പ്രോ എന്ന് പറയുന്നത്. വിഷൻ പ്രോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപ മുടക്കുന്നതിന് നമുക്ക് അതിന് ഉപകാരമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് കമന്റ് ചെയ്യുക. ഇതേപോലെ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഫ്രം എവിക്ക.